ഹലോ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്റ്റിലെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താണ് സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 നിലവിൽ അന്ന് 1872 വരുന്ന ടൈമിൽ ഇതിനെ 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ്, സെയിൽ ഓഫ് ഗുഡ്സ്, സ്പെഷ്യൽ കോൺട്രാക്ട്സ്, പാർട്ട്ണർഷിപ്പ്. ഇതിലെ ഈ ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നത് 1 തൊട്ടിട്ട് 75 വരെയായിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 76 തൊട്ടിട്ട് 123 വരെയും, സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 124 തൊട്ടിട്ട് 238 വരെ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 239 തൊട്ട് 266 വരെയാണ് അന്ന് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ അറ്റ് പ്രസൻ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റും സ്പെഷ്യൽ കോൺട്രാക്ട്സും. ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിനെ തന്നെ നമ്മൾ 5 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് 124 തൊട്ടിട്ട് 238 വരെയാണ് സ്പെഷ്യൽ കോൺട്രാക്ട്സിലുള്ളത്. ഇതിൽ 5 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി, ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്, കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജ്, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. ഈ 5 ടൈപ്സാണ് നമ്മൾ ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്താണെന്ന് നോക്കാം. എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ഈസ് എ കോൺട്രാക്റ്റ് by which one person promises to the other that he will compensate any loss resulting to the promisee by the act or omission of the promiser himself or of any other person. ഈ ഇൻഡംനിറ്റി എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? നഷ്ടപരിഹാരം എന്നാണ് ഈ ഇൻഡംനിറ്റി എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നഷ്ടം സംഭവിക്കുകയാണ്, അപ്പോൾ ആ നഷ്ടം ഞാൻ നികത്തിക്കൊള്ളാം എന്ന് പറയില്ലേ, ഇതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ ലോസ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു തരാമെന്ന് വേറൊരു വ്യക്തി പറയുകയാണ്. ഇതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 124 ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 124 എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് പറയുന്നതെന്നോ നമുക്ക് നോക്കാം. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person. ഒരു അയാൾക്ക് എന്തെങ്കിലും ലോസ് കോസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ വേറൊരു വ്യക്തി അയാളോട് പറയുകയാണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതിൻ്റെ എല്ലാ നഷ്ടങ്ങളും ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാമെന്ന് വേറൊരു വ്യക്തി അയാളോട് പറയുകയാണ്. ഇതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എക്സ്പ്രസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടും പറയാം. ഈ കോൺട്രാക്റ്റിൽ 2 പാർട്ടീസാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡംനിഫയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ. ഇൻഡംനിറ്റിഫയർ എന്ന് പറഞ്ഞാൽ പ്രോമിസർ, നമ്മളൊരു പ്രോമിസ് വാഗ്ദാനം ചെയ്യില്ലേ, ആ ആളെയാണ് ഇൻഡംനിഫയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താ നോക്കാം. someone who protects against or compensate for the loss or damage received. എന്തെങ്കിലും ഒരു ലോസോ ഡാമേജോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറയില്ലേ, ആ വ്യക്തിയെയാണ് ഇൻഡംനിഫയർ എന്ന് പറയുന്നത്. ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ദ അതർ പാർട്ടി ഹൂ ഈസ് കോമ്പൻസേറ്റഡ് അഗെയിൻസ്റ്റ് ദ ലോസ് സഫേർഡ്. ആർക്കാണോ ആ നഷ്ടം പറ്റിയത് അയാളെയാണ് ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഒരു ഫ്രണ്ടിന് ഓടിക്കാൻ കൊടുത്തു. അപ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോൾ ആ ഫ്രണ്ട് എന്നോട് പറയുകയാണ്, ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് എന്താണ്? ഒരു ഇൻഡംനിഫയർ ആണ്, ഒരു പ്രോമിസ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഇൻഡംനിഫയറും നമ്മൾ ഇൻഡംനിഫൈഡും ആണ്. ഇനി നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ദർ മസ്റ്റ് ബി 2 പാർട്ടീസ്. ഈ കോൺട്രാക്റ്റിൽ എന്താണ്? 2 പാർട്ടികൾ ഉണ്ടാവണം. അതിൽ ഒരു പാർട്ടി ഇൻഡംനിഫയറും അടുത്ത ആൾ ഇൻഡംനിഫൈഡുമാണ്. ഇൻഡംനിഫയർ എന്ന് പറഞ്ഞാൽ പ്രോമിസറാണ്. ഈ പ്രോമിസർ മെജോറിറ്റി ഏജ് ആയിട്ടുള്ള ആളായിരിക്കണം, അതുപോലെ സൗണ്ട് മൈൻഡഡ് പേഴ്സണും ആയിരിക്കണം. ഈ ഇൻഡംനിഫൈഡ് എന്ന് പറഞ്ഞാൽ അയാൾ മൈനർ ആവാം, അല്ലെങ്കിൽ ഒരു ലൂണാറ്റിക് പേഴ്സണോ, അയാൾക്ക് അങ്ങനെ
നിബന്ധനയൊന്നുമില്ല. ഇൻഡംനിഫയർക്ക് മാത്രമാണ് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം എന്നൊക്കെ പറയുന്നത് ഈ ഇൻഡംനിഫയറിനാണ്. ദെൻ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. ആ പാർട്ടീസ് തമ്മിലുള്ള കൺസെൻറ്റ് എങ്ങനെയായിരിക്കണം? ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ഇപ്പോൾ അവർ തമ്മിലുള്ള കൺസെൻറ്റ് കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള കൺസെൻറ്റ് നേടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിരിക്കും. ദെൻ ദർ മസ്റ്റ് ബി എ പ്രോമിസ് ടു സേവ് ദ അതർ പാർട്ടി ഫ്രം ദ ലോസ്. ഈ രണ്ട് വ്യക്തികൾക്ക് തമ്മിലുള്ള ഈ കോൺട്രാക്റ്റിൽ ഒരു പ്രോമിസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രോമിസ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവണം. ദ ലോസ് മേ ബി ഡ്യൂ ടു പ്രോമിസർ ഹിംസെൽഫ് ഓർ എനി അതർ പേഴ്സൺ. ഇവിടെ ഈ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഈ പ്രോമിസർ മൂലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി മൂലമോ ഉണ്ടായിട്ടുള്ള നഷ്ടമായിരിക്കണം അവിടെ സംഭവിച്ചിട്ടുണ്ടാവേണ്ടത്. ദെൻ ദ കോൺട്രാക്ട് മസ്റ്റ് ഫുൾഫിൽ ഓൾ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എസെൻഷ്യൽസും ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ ഈ കോൺട്രാക്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ടാവണം. ദെൻ ദ കോൺട്രാക്ട് ഷുഡ് ബി ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഫോർ എ ലോഫുൾ ഒബ്ജക്റ്റ്. ഇതിലെ കൺസിഡറേഷൻ ലോഫുൾ ആയിട്ടുള്ളത് വേണം. ഇവർ തമ്മിലുള്ള ഈ കോൺട്രാക്റ്റ് നടക്കുന്നത് ഒരു ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളതും ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ കോൺട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഒരു ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ദെൻ ദ കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് ഇഫ് എനി ലോ ഇൻ ഫോഴ്സ്. ഇപ്പോൾ നിയമം അനുശാസിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ കരാറ് അസാധുവാകുമെന്ന് നിയമം പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്റ്റ് അസാധുവായിട്ട് മാറും. ഇപ്പോൾ ഫോർ സപ്പോസ് പറയുകയാണെങ്കിൽ അവർ കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടുള്ളത് കഞ്ചാവ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കാമെന്ന് പറഞ്ഞൊരു രീതിയിലാണ് അവർ കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഒരു ഇൻവാലിഡാണ്, അത് ലോന് എതിരാണല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള കോൺട്രാക്റ്റൊക്കെ വോയിഡായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. ഈ കോൺട്രാക്റ്റിൽ ഇങ്ങനെ ലോഫുൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് മാറും. ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് ദ ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ എന്താണെന്ന് നോക്കാം. By Section 125 of the Contract Act, the indemnity holder has the right against the indemnifier. സെക്ഷൻ 125 ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ ഇൻഡംനിറ്റി ഹോൾഡറിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ദ ഫസ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ടു റിക്കവർ ഡാമേജസ്. ഇഫ് ദ ഇൻഡംനിഫൈഡ് സഫേഴ്സ് ലോസ് ഓർ ഹാസ് ടു പേ ഡാമേജസ് ടു എ തേർഡ് പാർട്ടി, ഹി ക്യാൻ റിക്കവർ ദാറ്റ് എമൗണ്ട് ഫ്രം ദ ഇൻഡംനിഫയർ. എന്താണ് ഈ ഇൻഡംനിറ്റി ഹോൾഡറോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത്ര കോമ്പൻസേഷൻ തരാം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ എമൗണ്ടിൻ്റെ കൂടെ അദ്ദേഹം വേറെ എന്തെങ്കിലും ഡാമേജസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഇൻഡംനിറ്റി ഹോൾഡർക്ക് ആ പ്രോമിസറുടെ കയ്യിൽ നിന്നുള്ള വാങ്ങാനുള്ള എല്ലാ അധികാരമുണ്ട്. ദെൻ റൈറ്റ് ടു റിക്കവർ കോസ്റ്റ്സ്. If the indemnified has incurred legal expenses in defending a suit, he can recover those costs from the indemnifier provided he acted prudently and in good faith. He informed the indemnifier before incurring such costs. ഇവർ തമ്മിലുള്ള ഈ കോൺട്രാക്റ്റിൽ ഇതിലൊരു ലീഗൽ സ്യൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ലീഗൽ സ്യൂട്ട് നടക്കുമ്പോൾ ഉള്ള കേസ് ചെലവിനുള്ള ഈ എമൗണ്ട് ഫുള്ളും ഈ ഇൻഡംനിഫയറാണ് കൊടുക്കേണ്ടത്. ഈ ഇൻഡംനിറ്റി ഹോൾഡർ ഈ ഇൻഡംനിഫയറിനെ ഇങ്ങനെ ലീഗൽ സ്യൂട്ടിന് പോവുകയാണ്, ഇങ്ങനെ കാര്യങ്ങളാണ് എന്നെല്ലാം ഈ ഇൻഡംനിഫയറിനെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ റൈറ്റ് ടു റിക്കവർ കോസ്റ്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു റിക്കവർ സംസ് പെയ്ഡ് അണ്ടർ കോംപ്രമൈസ്. ഇഫ് ദ ഇൻഡംനിഫൈഡ് സെറ്റിൽസ് ഓർ കോംപ്രമൈസസ് എ കേസ് വിത്ത് എ തേർഡ് പാർട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്ത് ദ ഇൻഡംനിഫയേഴ്സ് നോളേജ്, ഹി ക്യാൻ റിക്കവർ ദാറ്റ് എമൗണ്ട് ആസ് വെൽ. ഈ ഇൻഡംനിറ്റി ഹോൾഡറും ഇൻഡംനിഫയറും തമ്മിലൊരു കോൺട്രാക്റ്റ് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ കോമ്പൻസേഷൻ തരാം, ഇത്ര രൂപ തരാം എന്ന് പറയുന്നൊരു എമൗണ്ടിനുള്ള ഒരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അവർ തമ്മിലുണ്ട്. അതുകൂടാണ്ട് ഒരു തേർഡ് പാർട്ടി ഈ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ അവർ തമ്മിലൊരു കോംപ്രമൈസിൽ ഏർപ്പെടുകയാണ്. ഈ ഇൻഡംനിഫയറും ഈ വേറൊരു തേർഡ് പാർട്ടിയുടെയും തമ്മിലൊരു കോംപ്രമൈസിൽ ഏർപ്പെട്ട് ആ ഒരു എമൗണ്ടിൽ അവർ കോംപ്രമൈസ് ചെയ്ത് കേസിനൊന്നും പോവാണ്ട് കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഇൻഡംനിഫയറുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് തിരിച്ചു ചോദിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ ലയബിലിറ്റീസ് ഓഫ് ദ ഇൻഡംനിറ്റി ഹോൾഡർ. ഇനി ഇൻഡംനിറ്റി ഹോൾഡറിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അയാളുടെ റൈറ്റ്സ് ആണ് പറഞ്ഞത്. ഇനി ലയബിലിറ്റീസ്. അതിൽ ആദ്യത്തെയാണ് ഡ്യൂട്ടി ടു ആക്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് അതോറിറ്റി.
The indemnity holder must act within the terms of the contract. If he goes beyond the authority given, the indemnifier is not liable. ഈ ഇൻഡെംനിറ്റി ഹോൾഡർ അയാൾക്ക് കൊടുത്തിട്ടുള്ള ആ അധികാര പരിധിക്കുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ആ അധികാരത്തിന് പുറത്തേക്ക് അയാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഇൻഡെംനിഫയർ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കില്ല. Then duty to mitigate loss. He must take reasonable steps to minimize the loss. If he acts negligently or increases the loss, the indemnifier need not cover that part. എന്താണ് ഈ ഇൻഡെനിറ്റി ഹോൾഡർ ആ ലോസ് സംഭവിച്ച ആൾ ആ ലോസ് ഉണ്ടായിട്ടുള്ള റീസണിന് വേണ്ടിയിട്ട് ആ ഒരു മിനിമൈസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു നഷ്ടത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവിലേക്ക് അത് എത്തിക്കാനുള്ള എല്ലാ മുൻകരുതൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്. അയാൾ ആ കാര്യം ചെയ്തത് എന്താണ്? ഒരു ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഹീ ഷുഡ് നോട്ട് കൺസീൽ മെറ്റീരിയൽ ഫാക്ട്സ് ഫ്രം ദ ഇൻഡെംനിഫയർ. എനി ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ വിൽ മേക്ക് ദ ഇൻഡെംനിറ്റി അൺഫോർസിയബിൾ. ഈ ഇൻഡെംനിറ്റി ഹോൾഡർ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഇൻഡെംനിഫയറിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഇൻഡെംനിറ്റി ഹോൾഡർ ലയബിൾ ആയിരിക്കും. Then duty to follow instructions. If the indemnifier gives proper instructions in defending a claim, the indemnity holder should follow them. ഒരു സ്യൂട്ട് നടക്കുമ്പോൾ ഇൻഡെംനിറ്റി ഹോൾഡറോട് ഇൻഡെംനിഫയർ പറയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന്. അപ്പോൾ ആ ഇൻഡെംനിഫയർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇൻഡെംനിറ്റി ഹോൾഡർ ഫോളോ ചെയ്യണം. Then duty not to claim for self-caused loss. He cannot recover for losses caused by his own wrongful act or misconduct. ഈ ഇൻഡെംനിറ്റി ഹോൾഡറിൻ്റെ മിസ്കണ്ടക്റ്റോ അല്ലെങ്കിൽ അയാളുടെ റോങ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ട് കാരണം ഒരു ലോസ് സംഭവിച്ചാൽ അതിൽ ഇൻഡെംനിഫയർ ലയബിൾ ആയിരിക്കില്ല. ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് ഇൻഡെംനിഫയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ദ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഡിഫെൻഡ് ലീഗൽ പ്രൊസീഡിങ്സ്. ലീഗൽ പ്രൊസീഡിങ്സ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും അയാൾക്കുണ്ട്. ദെൻ റൈറ്റ് ടു കൺട്രോൾ ആൻഡ് സെറ്റിൽ ക്ലെയിംസ്. ആ കാര്യത്തിനെ സെറ്റിൽ ചെയ്യാനും അതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഈ ഇൻഡെംനിഫയർക്കുണ്ട്. ദെൻ റൈറ്റ് ടു റിക്കവർ എനി ലോസസ് ആൻഡ് ഡാമേജസ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ദെൻ റൈറ്റ് ടു ടെർമിനേറ്റ് ഇൻഡെംനിറ്റി എഗ്രിമെൻറ്റ്. ഈ ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും തമ്മിലുള്ള എഗ്രിമെൻറ്റ് അയാൾക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഈ ഇൻഡെംനിഫയർക്കുണ്ട്. ദെൻ റൈറ്റ് ഓഫ് സബ്രഗേഷൻ. റൈറ്റ് ഓഫ് സബ്രഗേഷൻ എന്തെന്നാൽ after compensating the indemnifier steps into the shoes of the indemnified. This means he can use the indemnified's rights against the third party responsible for the loss. അതായത് ഒരു ലോസ് സംഭവിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയും ബിയും തമ്മിലാണ് എ ഇൻഡെംനിഫയറും ബി ഇൻഡെംനിറ്റി ഹോൾഡറുമാണ്. അപ്പോൾ അവിടെ ഒരു ലോസ് സംഭവിച്ചപ്പോൾ ഈ സിക്കാണ് അവിടെ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നത് ആ സാഹചര്യത്തിൽ. അപ്പോൾ എ ബി കൊടുക്കേണ്ട എമൗണ്ട് ഈ എ കൊടുത്തു. എന്നിട്ട് അതൊരു കോമ്പൻസേഷൻ കൊടുത്ത പോലെ ആക്കിയിട്ട് അതിനെ അവിടെ ഒത്തുതീർപ്പാക്കി. പക്ഷെ അതിന് ശേഷം ഇവർക്ക് ലീഗൽ പ്രൊസീഡിങ്സിന് പോവുകയാണ്. അപ്പോൾ ഈ ബിയുടെ എല്ലാ അധികാരത്തോടും കൂടിയിട്ട് എന്താണ് എക്ക് ആ പ്രൊസീഡിങ്സിൽ ചെല്ലാം. ഇതാണ് റൈറ്റ് ഓഫ് സബ്രഗേഷൻ എന്ന് പറയുന്നത്. ദെൻ ലയബിലിറ്റീസ് ഓഫ് ഇൻഡെംനിഫയർ. ഇൻഡെംനിഫയറുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ടു കോമ്പൻസേറ്റ് ഫോർ ലോസസ്. എന്താണ് അയാൾക്ക് ലോസസിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചെയ്യാം. ദെൻ കോമ്പൻസേറ്റ് ഫോർ കോസ്റ്റ്. അയാളുടെ ലീഗൽ പ്രൊസീഡിങ്സിനുള്ള കോസ്റ്റിന് വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാം. ടു കോമ്പൻസേറ്റ് ഫോർ കോംപ്രമൈസ് പേയ്മെൻറ്റ്സ്. കോംപ്രമൈസ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഈ എമൗണ്ടിനും കോമ്പൻസേറ്റ് ചെയ്യാം. ഇതാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നുണ്ട്. ദെൻ രണ്ട് പാർട്ടീസ് ഏതൊക്കെയാണ്? ഇൻഡെംനിഫയർ, ഇൻഡെംനിറ്റി ഹോൾഡർ. ഇതിലെ ഇവരുടെ ഇൻഡെംനിറ്റി ഹോൾഡറിൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും നോക്കി. അതിനുശേഷം നമ്മൾ ഇൻഡെംനിഫയറുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നോക്കി. ദെൻ നമുക്ക് അടുത്തത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് നോക്കാം.